ജംഉൽ ജവാമിഇന്റെ ആ ഭാഗങ്ങൾ മുഴുവനും കാണാതെ പറഞ്ഞ് സബഖ് എടുത്തു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, മഹാനവറുകളുടെ ഇൽമിന്റെ ആളെ ഞാൻ പറയുന്നത്. നമ്മൾ അത്ഭുതങ്ങളും കറാമത്തുകളും കേട്ടിട്ടുണ്ട്. അതേസമയം അവർ പഠിച്ച ആഴത്തിലുള്ള പഠനം, വളരെ പ്രയാസപ്പെട്ട ജംഉൽ ജവാമിഇന്റെ ഭാഗങ്ങൾ പോലും കാണാതെ സബക്കെടുക്കുക. എത്രമാത്രം അവിടെ നിന്ന് ആ ഇൽമിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും, എത്രമാത്രം കഠിനമായ പരിശ്രമങ്ങൾ മഹാനവറുകൾ ചെയ്തിട്ടുണ്ടാവും. കറാഹത്തില്ലാത്ത ജീവിതം മുതഅല്ലിമീങ്ങളായ നമുക്കൊക്കെ വലിയ മാതൃകയാണ്. ഫഫീ ബിദായതിഹി തഅല്ലഖൂ ബിഉലൂമിദ്ദീനി ഹത്താ തഹഖഖൂ ബിഇത്ഖാനി. മുഴുവൻ സൂഫിയാക്കളുടെയും മുഴുവൻ ഔലിയാക്കളുടെയും ആരംഭം അവർ ദീന് നല്ലോണം പഠിച്ചുകൊണ്ടാണ്. അപ്പൊ CM വലിയുള്ള എനിക്ക് ആൺകുട്ടി വേണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ആൺകുട്ടിയാക്കി എന്ന് പറയുകയും അങ്ങനെ ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാവുകയും ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ കഴിയൂല, അങ്ങനെയൊന്നും ആക്കാൻ കഴിയൂല എന്ന് പറഞ്ഞത് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ച ആശയത്തിനെതിരെയുള്ള വാദങ്ങളാണ്. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസിലാ ഇൻ കുന്ത തത്ലുബു ഇൻദനാ സിം മൻസിലാ. മഹാനവറുകളുടെ ഇൽമിന്റെ ആഴം പരിശോധിച്ചാൽ ഉസ്താദുമാരിൽ നിന്ന് കേട്ടതാണ്. ജംഉൽ ജവാമി അത്യാവശ്യം ഓതാൻ പണിയുള്ള ഒരു കിതാബാണ്. കുറേ ഓതി 6ഉം 7ഉം കൊല്ലെത്തുമ്പോഴേ നമ്മളത് ഓതുക, അല്ലെങ്കിൽ ആ സമയത്താണ് നമ്മളത് ഓതി പഠിക്കുക. ആ ജംഉൽ ജവാമിന്റെ വളരെ പ്രയാസമുള്ള ചില ഭാഗങ്ങളുണ്ട്. ഒരു ഉസ്താദ്, ഞാൻ ഉസ്താദുമാരിൽ നിന്ന് കേട്ടതാണ്, ഒരു ഉസ്താദ് ആ ഭാഗം വല്ലാതെ പ്രയാസം വന്ന് പഠിക്കാൻ കഴിയുന്നില്ല, മനസ്സിലാകുന്നില്ല. ആ ഭാഗത്തിനെ കുറിച്ച് പറയാൻ മഹാനായ ശൈഖുനയുടെ അടുത്ത് വന്ന് ആ വിഷയം പറഞ്ഞപ്പോൾ ജംഉൽ ജവാമിഇന്റെ ആ ഭാഗങ്ങൾ മുഴുവനും കാണാതെ പറഞ്ഞ് സബഖ് എടുത്തു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, മഹാനവറുകളുടെ ഇൽമിന്റെ ആളെ ഞാൻ പറയുന്നത്. നമ്മൾ അത്ഭുതങ്ങളും കറാമത്തുകളും കേട്ടിട്ടുണ്ട്. അതേസമയം അവർ പഠിച്ച ആഴത്തിലുള്ള പഠനം, വളരെ പ്രയാസപ്പെട്ട ജംഉൽ ജവാമിഇന്റെ ഭാഗങ്ങൾ പോലും കാണാതെ സബക്കെടുക്കുക. എത്രമാത്രം അവിടെ നിന്ന് ആ ഇൽമിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും, എത്രമാത്രം കഠിനമായ പരിശ്രമങ്ങൾ മഹാനവറുകൾ ചെയ്തിട്ടുണ്ടാവും. കറാഹത്തില്ലാത്ത ജീവിതം മുതഅല്ലിമീങ്ങളായ നമുക്കൊക്കെ വലിയ മാതൃകയാണ്. അപ്പൊ ഇൽമാണ് ഏത് ത്വരീഖത്തിന്റെയും ഏത് വിലായത്തിന്റെയും അടിത്തറ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ ഇൽമ് വേണം. ഇൽമില്ലാത്തത് കൊണ്ടാണ് സകല കള്ള ത്വരീഖത്തുകളും പലതും പറഞ്ഞു നടക്കുന്നത്. അതേ, അവര് ദീനിന്റെ വിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ മഹാനവറുകൾ, CM അവറുകൾ അവർ ഇൽമു പഠിച്ച് ദീനിനു വേണ്ടി നിലകൊണ്ട മഹാനാ. ഫഫീ ബിദായതിഹി തഅല്ലഖൂ ബിഉലൂമിദ്ദീനി ഹത്താ തഹഖഖൂ ബിഇത്ഖാനി. സൂഫിയാക്കളുടെ മുഴുവൻ സൂഫിയാക്കളുടെയും മുഴുവൻ ഔലിയാക്കളുടെയും ആരംഭം അവർ ദീന് നല്ലോണം പഠിച്ചുകൊണ്ടാണ്. ഫഫീ ബിദായതിഹി അല്ലാഹുവിന്റെ ഔലിയാക്കളോട്, അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ ആരംഭം തഅല്ലഖൂ ബിഉലൂമിദ്ദീനി ഹത്താ തഹഖഖൂ ബിഇത്ഖാനി. അപ്പൊ അവര് ഇൽമു പഠിക്കുകയാണ് ആദ്യം ചെയ്തത്. അല്ലാതെ ഒരു മുണ്ടിട്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ
ഇൽമു പഠിക്കാതെ ഇരിക്കാൻ വേണ്ടിയല്ല അവരാദ്യം ഒരുങ്ങിയത്. അത് അള്ളാഹു അവർക്ക് നൽകിയ വലിയൊരു പവറാണ്. അതുകൊണ്ടല്ലേ മഹാനായ മഖ്ദൂം തങ്ങൾ തന്റെ അതിക്കയിൽ പറഞ്ഞത് വതഅല്ലമൻ ഇൽമൻ യുസാഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്ഖുലാ. നിങ്ങൾ ഇൽമു ഫിഖ് പഠിക്കണം. എങ്ങനത്തെ ഫിഖാണ്? യുസഹിഹു ത്വാഅതക മിനൽ ഇബാദാതി വൽ മുആമലാതി വൽ മുനാകഹാത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സർവ്വ കർമ്മങ്ങളും അതെല്ലാം നിങ്ങൾ പഠിക്കണം. അപ്പോഴേ നിങ്ങളുടെ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. അപ്പോഴേ നിങ്ങളുടെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഇൽമാണ് അഖീദ, ഉസൂലുദ്ദീൻ, ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ. അല്ലദീ യുസഹിഹു അഖീദതക ഹത്താ തകൂന അലാ മദ്ഹബി അഹ്ലി സുന്നത്തി വൽ ജമാഅ വതജ്തനിബ അഹ്ലൽ ബിദ്അത്തി വൽ ളലാല. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാനും സകല പുത്തൻവാദത്തിൽ നിന്നും മാറി നിൽക്കാനും ഈ അടിസ്ഥാന വിഷയങ്ങൾ നീ പഠിക്കണം. അതുപോലെ മറ്റൊരു ഇൽമാണ് ഇൽമു തസവ്വുഫ്. അല്ലദീ യുസക്കി ഖൽബക മിൻ ജമീഇൽ അംറാദി കൽ കിബ്രി വൽ ഹസദി വൽ റിയാഇ വൽ ഹസദി വൽ ഉജുബ്. അതേ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അഹങ്കാരം, അസൂയ, അതുപോലെയുള്ള സർവ്വ രോഗങ്ങളെ തൊട്ടും ശരീരത്തെ സംസ്കരിക്കുന്ന തസവ്വുഫിന്റെ പഠനവും അത് മൂന്നും പഠിച്ചാൽ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമു പഠിച്ചാൽ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ കരഗതമാക്കിയാൽ അല്ലാഹു തആല അവർക്ക് ധാരാളം കൊടുക്കും. ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമു പഠിച്ചാൽ പിന്നെ അല്ലാഹു തആല അങ്ങോട്ട് കൊടുക്കലാണ്. എങ്ങനെ കൊടുക്കുക? യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ അല്ലാഹു കൊടുക്കുന്നവനാണ്. അല്ലാഹു തആല പറയണേ ഞാൻ കണക്കില്ലാതെ ഔലിയാക്കൾക്ക് കൊടുക്കും. വഹാബിയാളോ അവര് പറയണേ ശീമലിതാക്ക് അങ്ങനെ പറയാൻ പാടില്ല. എന്താ ഞാൻ പറയാം? അള്ളാഹു ഖുർആനിൽ പറയാണ് യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. എന്തതിനർത്ഥം? കണക്കില്ലാതെ കൊടുക്കും. കണക്കില്ലാതെ കൊടുക്കുന്നതിനർത്ഥം കണക്കില്ലാതെ കൊടുക്കാൻ എന്താണോ പേര് പറയണത് അത് നമ്മളാണ് കൊടുക്കും. അതിന് കണക്കൊന്നുമില്ല. അല്ലാഹു തആല അങ്ങനെ സിഎം വലിയുള്ളാക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു തആലക്ക് കഴിവില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനം നമ്മൾ ഉറപ്പിടരുത്. അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും മുഅ്ജിസത്തായാലും കറാമത്തായാലും അതെല്ലാം നൽകുന്നവൻ, അതിനൊക്കെ കഴിവ് നൽകുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ സിഎം വലിയുള്ള എനിക്ക് ആൺകുട്ടി വേണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ആൺകുട്ടിയാക്കി എന്ന് പറയുകയും അങ്ങനെ ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാവുകയും ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ കഴിയൂല, അങ്ങനെയൊന്നും ആക്കാൻ കഴിയൂല എന്ന് പറഞ്ഞത് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ച ആശയത്തിനെതിരെയുള്ള വാദങ്ങളാണ്. അല്ലാഹു പറയാണ് വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമ കിട്ടിയാൽ അല്ലാഹു തആല ദറജ കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കേണ്ടതിനാ പറയണത്? അല്ലാഹു തആല പറയാണ് ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമ കിട്ടിയാൽ അല്ലാഹു ദറജ വാരി കോരി കൊടുക്കും. മഹാനവറുകളുടെ ഇൽമിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അത് ചെറിയൊരു ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ മഹാനവറുകൾക്ക് അല്ലാഹു തആല കൊടുക്കുകയാണ്. ഇവരൊക്കെ ഇൽമു പഠിച്ചതും ഇവരൊക്കെ ഇതൊക്കെ സമ്പാദിച്ചതും അല്ലാഹുവിന്റെ റിള കിട്ടാനാണ്, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനാണ്. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില ഇൻ കുന്ത തത്ലുബു ഇൻദനാസിം മൻസില. ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം നീ ആഗ്രഹിച്ചോ എന്നാ പിന്നെ അള്ളാന്റെ അടുക്കൽ സ്ഥാനം നീ തേടണ്ട. മഹാന്മാര് ജീവിച്ചത് ജനങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടാനല്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് 19 കൊല്ലം ദീനിന്റെ വഴിയിൽ ചെലവഴിച്ച് മഹാനവറുകൾ ഇവിടെ ജീവിച്ച് കാണിച്ചു തന്നത്. വഫാത്താവോളം ദീനിന് വേണ്ടി ജീവിച്ച അതൊക്കെ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനാണ്. അങ്ങനെ അല്ലാഹു തആല ഇൽമുള്ളവർക്ക് വലിയ ദർജ കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകളുടെ സമയം മുഴുവനും ഓരോ സെക്കൻഡുകളും എവിടെ ചെന്നാലും ഇബാദത്തിന് വേണ്ടി അവിടെ 1-2 റക്അത്ത് നിസ്കരിച്ച് സുജൂദ് ചെയ്ത് അവിടെ തന്നെ നെറ്റി വെച്ച് അങ്ങനെ തന്റെ ജീവിതത്തിലുള്ള 24 മണിക്കൂർ അല്ലാഹുവിന് ഇബാദത്ത് തന്നെ. ജനങ്ങൾ വരുമ്പോൾ അവരാവശ്യം നിർവഹിച്ചു കൊടുക്കുന്നു, അതും ഇബാദത്ത് തന്നെയാണെന്ന് മഹാനായ ഇമാം മഖ്ദൂദ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. വസ്രിഫ് ഇലത്വാഅതി വഖതക കുല്ലഹു ലാ തത്റുക വഖതൻ സുദം മുതസാഹിലാ. നിന്റെ ഓരോ സമയവും ഇബാദത്തിലായി നീ ചെലവഴിക്കണം. എങ്ങനെയാണ് ഇബാദത്തിൽ ചെലവഴിക്കേണ്ടത്? നിയ്യത്ത് വെച്ചുകൊണ്ട് നിന്റെ ഓരോ കർമ്മങ്ങളും ഇബാദത്താക്കാൻ നമുക്ക് കഴിയുമല്ലോ. നമ്മളിവിടെ വന്നത്, നമ്മളിവിടെ പങ്കെടുക്കുന്നത് ഐനുന്നൂർ മജ്ലിസിൽ, ഇതാ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. ഈ ഇരിക്കുന്നവരെല്ലാം അതേ ഞാൻ മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ മജ്ലിസിലാണ് ഇരിക്കുന്നത്. അവരുടെ പൊരുത്തം കിട്ടാനാണ് ഇരിക്കുന്നത്, അവരുടെ മഹത്വം അറിയാനാണ് ഇരിക്കുന്നത് എന്ന നിയ്യത്ത് വെച്ച് അവരുടെ കൂടെ, അവരെ സ്നേഹിച്ച്, അവരെ മഹബ്ബത്ത് വെച്ച് അവരുടെ കൂടെ പോകാൻ ആ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു മജ്ലിസിൽ ഇരുന്നാൽ ആയിരിക്കുന്ന സമയം മുഴുവനും ഇബാദത്താണ്.